ഉള്ളിയും തക്കാളി ഇഞ്ചിയൊക്കെ ഇതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു മീൻകറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കാം. എനിക്കിവിടെ ചെറിയ ഉള്ളി കിട്ടാറില്ല, അതുകൊണ്ടാണ് കേട്ടോ വല്യുള്ളി ചേർക്കുന്നത്. ഇനി ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് നമ്മൾ ചേർത്ത് അതിലേക്ക് തക്കാളി ഒരു 2, 3, 4 തക്കാളി എടുത്തോളൂ. അതിലേക്ക് ഒരു പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഞെരടി എടുത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ പുളിവെള്ളം കൂടെ, നിങ്ങൾക്ക് സാധാ വാളംപുളി ഉണ്ടെങ്കിൽ അത് ചേർക്കാം, കുടംപുളി ആണെങ്കിൽ അത് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നിന്ന് അയില മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിന്റെ തലയും കൂടെ വെട്ടി വൃത്തിയാക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. മീൻ കുക്കായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് കുറച്ച് താളിച്ച് ചേർക്കാനുണ്ട്. അതിന് വെളിച്ചെണ്ണ ഒഴിക്കുക, ഉലുവപ്പൊടി ഇടുക, കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് വഴഞ്ഞു വരുന്ന സമയത്ത് കുറച്ച് വലിയ ജീരകത്തിന്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആഹാ, ആ സ്മെല്ലുണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്തോളൂ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളാം. മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം.